9/11 എന്ന് അമേരിക്ക വിളിപ്പേരിട്ട അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണം ഏകോപിത ചാവേർ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ അൽ-ഖ്വയ്ദ തീവ്രവാദികളായിരുന്നു ആ ചാവേർ ആക്രമണം നടത്തിയത്. റാഞ്ചിയെടുത്ത യാത്രാവിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലുള്ള ലോക വ്യാപാര കേന്ദ്രം, വിർജീനിയയിലുള്ള പ്രതിരോധ വകുപ്പ് ആസ്ഥാനം എന്നിവിടങ്ങളിലാണ് ഭീകരർ ആക്രമണം നടത്തിയത്. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ ഈ ഭീകരാക്രമണത്തിന് ലോക ചരിത്രത്തിൽ സമാനതകളില്ല. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പ്രകാരം ലോകത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയിലെ 19 അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 എണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഇരട്ട ടവറുകളിൽ ഇടിച്ചു കയറ്റി. റാഞ്ചിയെടുത്ത 3ാമത്തെ വിമാനം മറ്റൊരു സംഘം വിർജീനിയയിലുള്ള പെന്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചിറക്കി. 4ാമതൊരു വിമാനം റാഞ്ചിയിരുന്നു എങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൗണ്ടിയിലുള്ള ഒരു പാടശേഖരത്തിൽ തകർന്നു വീണു. ഈ ആക്രമണങ്ങൾ ഏകദേശം 3000 ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചു. ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്നായി അടയാളപ്പെടുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 11 അമേരിക്ക ദേശസ്നേഹ ദിനമായി ആചരിക്കുന്നു.